എത്ര നാളെയാണ് അത് വെച്ചിട്ട്? ഏകദേശം 3 മാസം. വെറും 3 മാസം കൊണ്ട് നമ്മൾ ആ വലിയ ഒരു മാവും പ്ലാവും അങ്ങനെ കുറെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഏതായാലും സ്ഥലപ്പേരായിരുന്നു അയിലൂര് കായ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച ഒരു വീഡിയോ നമ്മളെ ചാനലിൽ 3 മാസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ആ പ്ലാവിന്റെ ഒക്കെ ഇന്നത്തെ നിൽപ്പായി കാണുന്നത് വളവും കാര്യങ്ങളും ഒക്കെ ഇട്ട് സെറ്റാക്കി നമ്മൾ അന്ന് കുഴിച്ചു വെച്ചു കൊടുത്ത ആ ഒരു വലിയ വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവ്. അതേപോലെ തന്നെ നല്ല സുന്ദരമായ കൂട്ടുകുളം മാവ്, പല വെറൈറ്റി സാധനങ്ങൾ ഇവിടെ വെച്ചായിരുന്നു. വിയറ്റ്നാം തായ്ലൻഡ് ഓൾ സീസൺ വെറൈറ്റി മാവും. അതുപോലെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. പണി തീർന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത് പുല്ലുമൊക്കെ വരാനുള്ള പിന്നെ അതാണ്ട് ഓറഞ്ച്, അതേപോലെ തന്നെ പേര, വലിയ പേര, അതേപോലെ തന്നെ അതാണ്ട് അടുത്ത മാവുകള്. ഇതെല്ലാം വലിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ട മാവുകൾ കണ്ട് ഇതേപോലെ അന്ന് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അതിനാണ് പിന്നെ റൗണ്ടൊക്കെ ഇട്ട് അന്ന് വന്ന് വെച്ച ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വകയില്ലായിരുന്നു ഇവിടെ. വെറും മണ്ണ് മാത്രം, ചെളിയും മണ്ണുമായിട്ട് കിടന്ന ഈ ഒരു പുരയിടം താണ്ട് ഇപ്പൊ ഇത്രത്തോളം നല്ല സെറ്റായി വന്നോണ്ടിരിക്കും. ഇനി അവിടെ ഗാർഡൻ ഇത്രത്തോളം നല്ല സെറ്റായിട്ട് ഇത് സെറ്റായി വർക്ക് തീർന്നിട്ടില്ല. കുറേയും കൂടെ ഉണ്ട്, കുറേ വർക്കും കൂടെ ഉണ്ട്. ആണ്ട് ഇതേപോലെ ഇവിടെ എല്ലാം അന്ന് നമ്മൾ വെച്ച മാവും ഒക്കെ ഉണ്ട് കേട്ടോ. വായിക്കുന്നതൊക്കെ നമ്മൾ വെച്ച വലിയ മാവുകളാണ്. അത് വെക്കുന്ന രീതികളും എല്ലാം നമ്മൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണ്ട് അതെല്ലാം നിൽക്കുന്ന നിപ്പൂക്കി ഒരു രക്ഷയില്ല. നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി നിർത്തി. അതിൽ തന്നെ കലപ്പാടി മാവിൻ്റെ നിപ്പൂക്ക് ഒരു രക്ഷയില്ല. അതിനെല്ലാം റൗണ്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് അതിനെല്ലാം പ്രത്യേകം വണ്ടി വന്നാൽ തട്ടാത്ത രീതിയിൽ സെറ്റാക്കിയിട്ടാണ് ഇത് നിർത്തിയേക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കിട്ടുമായിട്ട് വളർന്നു നിൽക്കുന്നു. കണ്ടേ വലിയ മരങ്ങൾ വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ താണ്ട് ഇന്നും വന്നിട്ടുണ്ട് ഒരു ലോഡ് മരം വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പറ്റുമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ച് തരുന്നുണ്ട്. തായ്ലൻഡ് മാവിന്റെ നിപ്പ് നോക്കി നല്ല കിടുക്കാച്ചയായിട്ട് പുതിയ ശിഖരങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന നോക്കി അടിപൊളിയല്ലേ. ഓക്കെ, അന്നേരം ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും വരുന്നുണ്ട്. അന്നേരം വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ ആണ് നമ്മൾ അന്ന് കിട്ടുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കിടുവായിട്ടാണ് ഈ പ്ലാന്റുകളൊക്കെ നിൽക്കുന്നത്. ഈ പ്ലാന്റൊക്കെ വെക്കുന്ന വീഡിയോ 3 മാസം മുമ്പ് നമ്മളെ പേജിലും ചാനലിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അവിടെ വർക്കുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഇട്ടേക്കുന്നു. എന്നാലും ഇത് ഫുള്ള് ഫിനിഷ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള വർക്കുകൾ പറയുന്നതായിരിക്കും. ഓക്കെ, അന്നേരം മറക്കണ്ട. സമയം പോലെ നേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള വലിയ മാവോ പ്ലാവോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം. ആവശ്യമുള്ള പ്ലാന്റുകൾ വാങ്ങിയിട്ട് പോവാം. നമ്മൾ ആ ഒരു ലോഡ് കൊണ്ടകത്ത് വന്നേക്കുന്ന നല്ല സുന്ദരമായ വലിയ മാവ്, വലിയ നല്ല കിടുക്കാച്ചി മാവ് താണ്ട് ഇന്ന് വന്നേക്കുന്ന കുറച്ച് പ്ലാന്റുകൾ മുറിക്കുന്നത് കണ്ടാലോ. താണ്ട് ഇത്തരത്തിലുള്ള നല്ല ബഡ് ചെയ്ത നല്ല ഉഷാറ് മാവ്, അതേപോലെ തന്നെ വലിയ കവറിലുള്ള മാവ് താണ്ട് ഏകദേശം ഒരു 8 അടി പൊക്കത്തിലൊക്കെയുള്ള 8 അടി 9 അടി പൊക്കത്തിലുള്ള നല്ല ഉഷാറ് മാവും, അതേപോലെ തന്നെ കിടില വെറൈറ്റി കുറച്ച് അമ്പഴങ്ങ, ആനവായിൽ അമ്പഴം എന്ന് പറയുന്ന അമ്പഴം, അതേപോലെ J33 പ്ലാവ്, അതേപോലെ തന്നെ അറിയാണ്ടില്ലേ അടിപൊളി വെറൈറ്റി കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ താണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണേ. ഇതാണ്ട് ഇത്രയും പൊക്കത്തിലുള്ള കോട്ടുകോണം ചെങ്കവരിക്ക മാവ് താണ്ട് കണ്ടില്ലേ. ഇതേപോലെ നല്ല കിടിലമായിട്ട് വളർന്നു കിട്ടും എന്നുള്ളതിന് ഇപ്പം ഗ്യാരണ്ടി ആയിട്ട് കൊണ്ടുവയ്ക്കി കൊടുക്കാവേ. അത്രയും നല്ല ഉഷാറ് മാവാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ താണ്ട് കഴിഞ്ഞ സെറ്റപ്പ് കൊണ്ടുവന്ന ഒരു കസ്തൂരി ബ്ലാക്ക് കസ്തൂരി മാവിന്റെ ഇന്നത്തെ നിപ്പാണ്. ഇതാ നോക്കി ആ പ്ലാന്റ് നിൽക്കുന്ന നിപ്പ് നോക്കി, ആ ഒരു കളർ നോക്കി, എന്താ ലുക്കല്ലേ, എന്താ ഫീൽ, ഒരു രക്ഷയില്ല. നല്ല കിടിലമായിട്ട് നിൽക്കുന്ന ആ പ്ലാന്റിന്റെ ആ ഒരു ലുക്ക് നോക്ക്. അതിന്റെ കുറച്ച് പ്ലാന്റ് ഉണ്ട്. അതേപോലെ തന്നെ കൊടംപുളി, വലിയ കൊടംപുളി, അതേപോലെ തന്നെ ചൈനീസ് ഓറഞ്ചിന്റെ തൈയ്, അതേപോലെ കസ്തൂരി മാവ്, ബ്ലാക്ക് കസ്തൂരി മാവിന്റെ കുറച്ച് പ്ലാന്റുകൾ, അങ്ങനെ കുറച്ച് പ്ലാന്റുകളുണ്ട്. അമ്പഴം, ആനവായിൽ അമ്പഴങ്ങ, അമ്പഴത്തിന്റെ തൈയ് ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്ത അമ്പഴത്തിന്റെ പ്ലാന്റ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നാട്ടെ അമ്പഴം, നല്ല കിടിലും അമ്പഴത്തിന്റെ കാപിടിച്ച പ്ലാന്റും കായ പിടിക്കാറായ പ്ലാന്റും താണ്ടെ ബഡ് ചെയ്ത് അമ്പഴത്തിന്റെ പ്ലാന്റ് താണ്ടെ ഉഷാറ് പ്ലാന്റ് നോക്കി കുറച്ച് ഇപ്പം വന്ന ലോഡിനകത്ത് കൊണ്ടുവന്നു. അതേപോലെ നാരങ്ങ താണ്ടെ ചെറിയ നാരങ്ങ, അത് വലിയ മാവ് ഇനിയുണ്ട് കേട്ടോ. വലിയ സൈസിലുള്ള മുട്ടൻ മാവ് താണ്ടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ പ്ലാവ്, വലിയ J33 പ്ലാവല്ലാണ് അത്. നല്ല അടിപൊളി J33 വെറൈറ്റി പ്ലാവ്, അതേപോലെ വിയറ്റ്നാം സൂപ്പർ എർലി, അതേപോലെ തന്നെ വലിയ കൊടംപുളി, വലിയ അടിപൊളി വെറൈറ്റി കൊടംപുളിയെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ബാക്കി ഇറങ്ങിയാലേ അറിയാൻ പറ്റും. നല്ല സുന്ദരമായ കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അബിയും ഇരിപ്പുണ്ട്, പിന്നെ ബേറാപ്പിൾ ഇരിപ്പുണ്ട്, നാരകം ഇരിപ്പുണ്ട്. അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. അത് എല്ലാം ചേർത്തിട്ടാണ് ഇപ്പം വന്നേക്കുന്ന ഒരു ലോഡ് സാധനം. അമ്പഴങ്ങ, നല്ല സുന്ദരമായ അമ്പഴത്തിന്റെ തൈ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അമ്പഴം, ആനവായിൽ അമ്പഴങ്ങ എന്ന് പറയത്തില്ലേ, ഇല്ലേ, അമ്പഴം, ആനവായിൽ അമ്പഴത്തൈ ഗ്രാഫ്റ്റ് ചെയ്ത് അമ്പഴത്തൈ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ട്രോബെറി പേര,
അങ്ങനെ കുറേ പ്ലാന്റുകൾ ഇന്നത്തെ ലോഡിൽ കൊണ്ടുവന്നേക്കുന്നതാണ്. എല്ലാവരും ഉണ്ട്. ഒരുപാട് പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പ്ലാന്റ് ഒരുപാട്